ഹായ്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു. 184/2023 ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ എങ്ങനെ എക്സാം ഒക്കെ എല്ലാവരും എഴുതിയോ? ഓ, പിന്നെ എത്ര മാർക്ക് കിട്ടി എന്നൊക്കെ നോക്കിയോ? ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന്റെ ടൈമൊക്കെ കഴിഞ്ഞു. നമുക്കിനി ആൻസർ കീ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാഴക്കുല എന്ന കവിത എഴുതിയ കവിയുടെ പേര്? ചങ്ങമ്പുഴ. എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവേ, 100 ക്വസ്റ്റ്യൻ ഇല്ലേ, അപ്പൊ പെട്ടെന്ന് തീർക്കണം. ഓക്കെ, അപ്പൊ എന്നാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്? ജൂൺ 5-നാണ്. കേരളത്തിന്റെ ദേശീയ പക്ഷി ഏത്? കേരളത്തിന്റെ ദേശീയ പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അടുത്ത ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് അപ്പോൾ അന്ന് ചോദിച്ചത് 2024 അത് പാരീസ് ആയിരുന്നു. പിന്നെ ഇനി നമുക്ക് വരിക എന്തായിരിക്കും? 2028 ഇനി അടുത്ത ഒളിമ്പിക്സ് വരിക. അപ്പൊ 2028 വേദി എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ്, അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണ്. അതുപോലെ ഇനി 2032 കൂടെ അതിന്റെ കൂടെ പഠിച്ചു വെച്ചേക്കുക. എന്താണ്? ബ്രിസ്ബെയിൻ, അതായത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ബ്രിസ്ബെയിന് ഓസ്ട്രേലിയയാണ്. അടുത്ത 2028 കഴിഞ്ഞിട്ടുള്ള ഒളിമ്പിക്സ്. അപ്പൊ നമ്മോട് ഇനി ചോദിക്കുക ചിലപ്പോ 2028 അല്ലെങ്കിൽ 2028 ലോസ് ഏഞ്ചൽസ് അമേരിക്കയാണ് എന്നുള്ളത് ഓർത്തു വച്ചേക്കാം. ബാണാസുര അണക്കെട്ട് ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ്. മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മസ്ഥലം ഏത്? രാമേശ്വരമാണ്. ആരാണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ്. ശ്രീലങ്കയുടെ തലസ്ഥാനം ഏതാണ്? കൊളംബോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? രാജസ്ഥാൻ. നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യ വകുപ്പ് മന്ത്രി ആര്? ശ്രീമതി വീണ ജോർജ്. ചില വ്യവസായ യൂണിറ്റുകളുടെ പേരുകളാണ് ചുവടെ. ഇതില് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം കണ്ടെത്തുക. 1 മാരുതി ഉദ്യോഗ്, 2 അമൂല്, 3 ഓയിൽ ഇന്ത്യ, 4 റിലയൻസ് ഇൻഡസ്ട്രീസ്. ഏതാണ് ഇതില് സഹകരണ വ്യവസായത്തിന് ഉദാഹരണം ചോദിച്ചാൽ അത് അമൂലാണ് കേട്ടോ, അമൂലാണ്. അടുത്തത് സൂചനകൾ ശ്രദ്ധിക്കുക. ഇത് രണ്ടും തെറ്റായിട്ടുള്ളതാണ്, അതുകൊണ്ട് പറയുന്നില്ല കേട്ടോ. ഇനി അടുത്തത് ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുക. ചുവടെ നൽകിയിട്ടുള്ള സൂചനകളിൽ നിന്ന് പ്രാദേശികവാദത്തിന്റെ പേര് തിരിച്ചറിയുക. സൂചന ഇതായിരുന്നു. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. എങ്ങനെ? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനലിന്റെ തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്നു. ഏതാണ് കാറ്റ്? അത് ലൂ ആണ് കേട്ടോ. ഓക്കെ, അടുത്തത് താഴെ പറയുന്ന അക്ഷാംശ രേഖകളിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നവ ഏതെന്ന് അല്ലെങ്കിൽ ഏതെല്ലാം എന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഉത്തരായന രേഖ മാത്രമാണ്. ഭൂമധ്യരേഖയല്ല, ദക്ഷിണായന രേഖയും കടന്നു പോകുന്നില്ല, ആർട്ടിക് വൃത്തവും അല്ല, ഉത്തരായന രേഖയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അറബിക്കടലിൽ പതിക്കുന്നു. ഏതാണ് ആ നദി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യൻ നദികൾ അത് അറബിക്കടലിൽ പതിക്കുന്നു. അപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറും പിന്നെ ഏതാണെന്നറിയോ? താപ്തിയും ആണ്. പെരിയാറും താപ്തിയും എന്താ ചെയ്യുന്നത്? പടിഞ്ഞാറോട്ട് ഒഴുകി ആ നദികൾ എവിടെ പതിക്കും? അറബിക്കടലിൽ പതിക്കുന്നു. പെരിയാർ ആൻഡ് താപ്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മെട്രോ റെയിൽ ശൃംഖല താഴെ പറയുന്നവയിൽ ഏതാണ്? ഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത്? വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ താഴെ പറയുന്ന ഏതെല്ലാം നഗരങ്ങളെ ബന്ധിപ്പിച്ചാണ് ഓടുന്നത് ചോദിച്ചാൽ ന്യൂഡൽഹിയെയും വാരണാസിയെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും അധികം അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ബ്രഹ്മപുത്ര നദിയിൽ സദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് ദേശീയ ജലപാത 2 ആണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെയുള്ള ദേശീയ ജലപാത അറിയപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ ദേശീയ ജലപാത 2 ആണ്. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് പശ്ചിമ തീര തുറമുഖങ്ങൾ കണ്ടെത്തുക. ഈ പശ്ചിമ തീരം പൂർവ്വതീരം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ നമ്മുടെ ആ ഒരു നമ്മുടെ ഈ ഇന്ത്യന്റെ മാപ്പും ആ ഒരു സൈഡൊക്കെ ഒന്ന് ഓർമ്മ വരണം കേട്ടോ. ഓക്കെ,
ഇതിങ്ങനെ കാണാപ്പാഠം പഠിച്ചു വെച്ചാൽ നമുക്ക് ഒരിക്കലും ഓർമ്മ കിട്ടൂല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, പശ്ചിമ തീര തുറമുഖം എന്ന് പറയുമ്പോൾ എവിടെയാന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഏതൊക്കെയാണ്? നവശേവ, അതുപോലെ കണ്ടില. ഇന്ത്യയിലെ ചില പ്രധാന അന്താരാഷ്ട്ര തുറമുഖങ്ങളാണ് ചുവടെ. ഇതില് പശ്ചിമ തീര തുറമുഖങ്ങൾ എവിടെയാ, ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് നവശേവ, പിന്നെ ഏതാണ് നാലാമത്തത്? കണ്ടില. അത് രണ്ടുമാണ് ഉള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നത്, ഇതൊക്കെ പഠിച്ച് നമ്മൾ ഒരു വിധമായിട്ടുണ്ട് അല്ലേ. ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അനുച്ഛേദം 21A. ഇന്ത്യൻ പാർലമെന്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത്? 2013. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യ. ഇന്ത്യയിൽ സ്വത്തവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമല്ലാതായി തീർന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? അത് ഹൈക്കോടതി. ഇന്ത്യൻ സംസ്ഥാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, അത് മാറിപ്പോകരുത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങൾ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഭാഗം 4A-യിലാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങളിലെ ഏത് അനുച്ഛേദത്തിലാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? അനുച്ഛേദം 19-ലാണ്. ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 10-ആണ്. ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം 1930-ആണ്. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏത്? ചെമ്പാണ്. ഭൂമിയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏവ എന്നുള്ളതാണ്. അതിൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമിയുടെ നിറം എന്താണെന്നറിയോ? നീല നിറമാണ്. ശരിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏകഗ്രഹം. ശരിയാണ്. ഒരു ഉപഗ്രഹം, ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ചന്ദ്രൻ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്. ഇനി നിശബ്ദ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി ഏത് ജില്ലയിലാണ്? പാലക്കാട്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ട് അറകളാണെന്ന് പറഞ്ഞ സാഹിത്യകാരൻ ടാഗോർ. അതുപോലെ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? കേസരി. ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണെന്ന് ചോദിച്ചാൽ കേസരിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായ അന്നപൂർണയെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. ഏതാണ് പദ്ധതി? അന്നപൂർണ. സ്വന്തമായി വരുമാനമില്ലാത്ത 65 കഴിഞ്ഞവർക്ക് പ്രയോജനം. മാസം 10 കിലോഗ്രാം അരി സൗജന്യമായി റേഷൻ കട വഴി ലഭിക്കുന്നു. ഓക്കെ ആണല്ലോ. അടുത്തത് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വനിത ആനി ബസന്റ് ആണ്. അതുപോലെ എന്താണ് 2013 ലോകം ചുറ്റി സഞ്ചരിച്ച മലയാളി നാവികൻ അഭിലാഷ് ടോമിയാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം അത് ആനമുടിയാണ്. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരാണ്? അത് BR അംബേദ്കർ ആണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ എന്ന സംഘടന രൂപീകരിച്ചത് പൊയ്കയിൽ കുമാര ഗുരുദേവനാണ്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? മിന്നുമണിയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഭക്ഷ്യസുരക്ഷ സർക്കാരിന്റെ നിയമപരമായ കടമയാണ്. ആവശ്യമുള്ള അത്രയും പോഷകപ്രദവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ മിതമായ വിലയ്ക്ക് എല്ലാ പേർക്കും ഉറപ്പാക്കും. ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത പൗരന്റെ നിയമപരമായ അവകാശമാണ്. ഓക്കെ ആണല്ലോ. അത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാര? അയ്യങ്കാളിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയതാര? ജവഹർലാൽ നെഹ്റു ആണ്. ലക്ഷ്യപ്രമേയമൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഇനി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവാര? അത് VT ഭട്ടതിരിപ്പാടാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണെന്ന് കണ്ടെത്തിയത് കോപ്പർനിക്കസ് ആണ്. അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ആദിവാസി പഞ്ചായത്ത് ഇടമലക്കുടിയാണ്. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? ജൂൺ 5 ആണ്. റിപ്പീറ്റഡ് ആണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? MN ഷംസീർ ആണ്. ദെൻ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെ? അരുണ ആസഫ് അലി. സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യുന്ന പ്രദേശം കുട്ടനാട്. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ആരാണ്? ജഹാംഗീർ ആണ്. മനുഷ്യ ശരീരത്തിലെ, അതൊന്ന് നോട്ട് ചെയ്യട്ടോ, കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണെന്ന് പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. എവിടെയാണ്? ചെവിയിൽ അല്ലെ. ഓക്കെ, ഏത് പോഷക ഘടകത്തിന്റെ കുറവ് മൂലമാണ് സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത്? ജീവകം C.
സി ഫോർ സ്കർവി. കിട്ടിയല്ലോ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ബാക്ടീരിയ. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാന്ന് അറിയുന്നവര് ജസ്റ്റ് ഒന്ന് താഴെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. വായുവിലൂടെ പകരുന്ന ഒരു രോഗം ജലദോഷമാണ്. 1972 അമേരിക്കയിൽ DDT നിരോധിക്കാൻ കാരണമായ പുസ്തകം സൈലന്റ് സ്പ്രിംഗ്. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവൽ ഏതാണ്? പ്രിയങ്ക. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പികൾച്ചർ. സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കുന്ന വംശനാശ ഭീഷണി നേരിടുന്ന ജീവി ഏത്? സിംഹവാലൻ കുരങ്ങ്. സൈലന്റ് വാലി സിംഹവാലൻ കുരങ്ങ്. കണക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി. ദെൻ ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായിട്ടുള്ളത് മാത്രം നമുക്ക് പറയാം. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ശരിയാണ്. ഇനി ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ളത് ആറ്റത്തെ വിഭജിക്കാൻ കഴിയും രാസപ്രവർത്തന വേളയിൽ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. വിഭജിക്കാൻ കഴിയില്ല. അടുത്തത് ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും എന്താണ് സമാനമായിരിക്കും. അതും എന്താണ് ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ്. ഇതിൽ ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല എന്നാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇതും എന്താണ്, ഇവിടെയും എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ശരിയായ ജോഡിയാണ് തിരഞ്ഞെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ 2ഉം 3ഉം എന്താണ്, എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. ശരിയാണ്. ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അത് ശരിയാണ് കേട്ടോ. ഓക്കെ ഓക്കെ ആണല്ലോ. ഇനി പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ചോദിച്ചാൽ പീരിയഡിൽ എന്താണ്, ഇടത്ത് നിന്ന് വലത്തോട്ട്. ഗ്രൂപ്പും പീരിയഡും അറിയാലോ. ഗ്രൂപ്പ് പറഞ്ഞാൽ എന്താ ഇതല്ലേ, ഇങ്ങനെ കുത്തനെയുള്ള കോളങ്ങൾ. വിലങ്ങനെയുള്ളത് പീരിയഡ്. അപ്പൊ പീരിയഡിൽ നിന്ന് ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. ഇവിടെ നമ്മോട് ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. ഓക്സിജൻ എന്ത് ചെയ്യും? ജലത്തിൽ ലയിക്കും. കത്താൻ സഹായിക്കും. നിറമുണ്ടോ? ഇല്ല. അലൂമിനിയത്തിന്റെ അയിരേത്? ബോക്സൈറ്റ് ആണ്. കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്ത്? അത് നമുക്ക് നമ്മുടെ ഒരു ബോക്സിൽ SCERT ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിറം കൊടുക്കുന്നത്, ഓരോന്നിന്റെയും നിറം. അതൊക്കെ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ ചോദിച്ചിട്ടുള്ളത് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുന്ന നിറമെന്ത്? അത് മഞ്ഞ നിറമാണ് കാഡ്മിയം സൾഫൈഡ് ഗ്ലാസിന് കൊടുക്കുക. ദെൻ മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. എന്താണ് അതിൽ ശരിയായതെന്ന് പറയുമ്പോൾ പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവ് ആണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇതെന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ഇതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഇതിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ഓക്കെ ആണല്ലോ. ഇതിൽ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അത് വ്യത്യാസം വരുന്നത് വെയിറ്റ് ആണ് കേട്ടോ. മാസും വെയിറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഓർമ്മയില്ല. പക്ഷെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ലൈവ് ക്ലാസ്സിൽ. ലക്ഷ്യയുടെ ലൈവ് ക്ലാസ്സിൽ ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ വ്യത്യാസം എന്നുള്ളത് കേട്ടോ. ഓക്കെ, അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ് കേട്ടോ. അതുപോലെ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം, അതിനാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത് അല്ലെ. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം, അത് ശ്രദ്ധിക്കുക. നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. അല്ലെങ്കിൽ എന്ന് പറയും നമ്മൾ ദൂരം എന്ന് പറയൂ അല്ലെ. നേർരേഖാ ദൂരത്തെ എന്താണ് പറയുക? സ്ഥാനാന്തരം. ഓക്കെ ആണല്ലോ. ഇനി ഊർജത്തിന്റെ യൂണിറ്റ് ജൂൾ ആണ്. വികിരണം വഴിയുള്ള താപപ്രേഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. മാധ്യമത്തിന്റെ സഹായം ആവശ്യമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നു, വികിരണം. ഓക്കെ. ഇനി അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 81 മുതൽ 100 വരെ ഇനി മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ
എന്താ പറയുക സൊല്യൂഷൻ, അതായത് എന്താ അത് ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുക. ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കുക. പിന്നെ ഏറ്റവും താഴെയായിട്ട് സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ 20 ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. നോക്കിയതിന് ശേഷം ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലൊക്കെ എഴുതിയിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ PDF നോക്കിയാൽ മതി. ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ അതിൻ്റെ PDF വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ശരി, താങ്ക് യു.